പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവ്വജനപദങ്ങളുടെയും നാഥയെ വണങ്ങുവാനായി അണിഞ്ഞിരിക്കുന്ന നമുക്ക് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ ഏറ്റുചൊല്ലാം. കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യക മറിയം ഞങ്ങളുടെ അഭിഭാഷികയായിരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വജനപദങ്ങളുടെയും നാഥേ, അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ. അങ്ങയുടെ കരങ്ങളിലൂടെ ജനതകൾ അനുദിന ബലിയിലേക്ക് ആനയിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വജനപദങ്ങളുടെയും നാഥേ, അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ. അവിടെ ജനതകൾ നാഥൻ്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിക്കുകയും സത്യാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വജനപദങ്ങളുടെയും നാഥേ, അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുകയും സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വജനപദങ്ങളുടെയും നാഥേ, അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ. നമുക്കിപ്പോൾ മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച് വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജനതകളുടെയും കർത്താവേ, തൻ്റെ മധ്യസ്ഥത്താൽ ലോകത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരേണ്ടതിനായി അങ്ങയുടെ മാതാവിനെ അയച്ചുവല്ലോ. അങ്ങയുടെ സ്നേഹത്താൽ ലോകം പ്രകാശിതമാകട്ടെ. എല്ലാ ജനതകളുടെയും ഹൃദയങ്ങൾ നിറയട്ടെ. അങ്ങയുടെ ദിവ്യമേശയ്ക്ക് ചുറ്റും ജനതകളെ ഒന്നിച്ചു ചേർക്കണമേ. അങ്ങിൽ അവർ നിത്യജീവൻ സ്വന്തമാക്കട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥ, ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം സർവ്വജനപദങ്ങളുടെയും നാഥയുടെ മധ്യസ്ഥത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേത നിൻ മക്കൾ വന്നു നിൽക്കുന്നു. അമ്മേ കാണുക.
ശോഭപൂർണങ്ങളാണല്ലോ. ആ നിന്റെ തിരുനേത്രങ്ങൾ കൊണ്ട് നോക്കുക മക്കൾ ഞങ്ങളെ. നിൻ കരതാരിൽ മേവും നിന്നുണ്ണി യേശു മഹേശനംബികേ. നിൻ മഹാദുഃഖ സന്തോഷഹേതു നിർമ്മലേ എന്നും നിർമ്മലേ. നിന്നുടെ ആനന്ദത്തിൻ പാരമ്യം നീ മാത്രമമ്മേ അറിയുന്നു. നിന്നുടെ സന്താപത്തിനാഴവും നീ മാത്രമമ്മേ അറിയുന്നു. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേതാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക.